ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയം തീവ്രമായ ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നു. പ്രമുഖ ദേശീയ നേതാക്കൾ നേരിട്ട് കളത്തിൽ ഇറങ്ങുന്നത് പ്രചാരണത്തിന് പുതിയ മാനങ്ങൾ നൽകിയിരിക്കുകയാണ്. പ്രതിപക്ഷ സഖ്യമായ മഹാസഖ്യത്തിനു വേണ്ടി ഇതുവരെ പ്രചാരണത്തിന് എത്താതിരുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നു മുതൽ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് റാലികൾക്ക് തുടക്കം കുറിക്കും. അതേസമയം എൻഡിഎയുടെ ഭാഗമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് RJDയുടെ ശക്തി കേന്ദ്രങ്ങളിൽ റാലികൾ നടത്തുന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ സൂചനയാണ്. രാഹുൽ ഗാന്ധി ബുധനാഴ്ച മുസാഫർപൂരിലെ സഖാരയിലും ദർഭംഗയിലുമാണ് തന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് റാലികൾ നടത്തുന്നത്. ഈ റാലികളിൽ അദ്ദേഹത്തോടൊപ്പം RJD നേതാവും മഹാസഖ്യത്തിന്റെ പ്രധാന മുഖവുമായ തേജസ്വി യാദവും പങ്കെടുക്കും. യുവാക്കളെയും പ്രതിപക്ഷ വോട്ടർമാരെയും ലക്ഷ്യമിട്ടുള്ള സംയുക്ത റാലികളാണ് ഇരുവരും ചേർന്ന് നടത്തുന്നത്. ഡൽഹിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധി സംസ്ഥാന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് നേരിട്ട് ഇറങ്ങുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകും. ഈ നീക്കത്തിലൂടെ മഹാസഖ്യം തേജസ്വി യാദവിന്റെ പ്രാദേശിക സ്വാധീനവും രാഹുൽ ഗാന്ധിയുടെ ദേശീയ പ്രതിച്ഛായയും സംയോജിപ്പിച്ച് വോട്ടർമാരെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ചും മുസാഫർപൂരിലെയും ദർഭംഗയിലെയും റാലികൾ മിഥില, തിരുട്ട് മേഖലകളിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. മറുവശത്ത് NDA പ്രചാരണത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയ പ്രമുഖർ റാലികൾ നടത്തും.